ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഐസ്ക്രീം വാങ്ങിച്ചിട്ടുള്ള ടിന്നുകളൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വെറുതെ കിടക്കുമല്ലോ. അപ്പോൾ ഈ ടിന്ന് വെച്ചിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞ് ടിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ടിന്ന് ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സ്റ്റിക്കറൊക്കെ ഒന്നങ്ങ് ഇളക്കി മാറ്റിയേക്കാം. അപ്പോൾ ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതാ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തുള്ള ഈ ഒരു പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ ഒരു കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ, കൈ ഒന്നും മുറിച്ചേക്കരുതേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ കളറിലുള്ള ഒരു പെയിൻറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പെയിൻറ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പോർഷനിൽ മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പകുതി വരെ ഇതിൻ്റേതായി ഈ വരയിട്ട അത്രയും ഭാഗം വരെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പകുതി ഭാഗം വരെ നമ്മളിതാ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മറുവശത്ത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റും കൂടെ ചെയ്ത് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക്കും അതുപോലെ ഒരു മെഴുമെഴുപ്പും ഉള്ളതുകൊണ്ട് പെയിൻറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. നമ്മൾ ഡബിൾ കോട്ടൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ ബോഡി പാർട്ടിൽ നമ്മൾ ബ്ലൂ കളർ പെയിൻറ്റാണ് കേട്ടോ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ കളർ പെയിൻറ്റും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബ്ലൂ കളർ പെയിൻറ്റും ചെയ്തെടുക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഇനി നമുക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് എടുത്തതിന് ശേഷം 2 കണ്ണ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് നമ്മുടെ കണ്ണൊക്കെ ഒരുവിധം സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ലിപ്സും കൂടെ വരച്ചെടുക്കാം. അപ്പോൾ അതും ഇവിടെ സെറ്റാണ്. ഇനി ഒരു കുഞ്ഞി പൊട്ടും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും അവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് ഒരു യെല്ലോ കളർ പെയിൻറ് എടുത്തതിന് ശേഷം ഈ ഒരു ബോഡി പാർട്ടിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സുന്ദരി കുട്ടി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിത് ഇതിലേക്ക് മണി പ്ലാന്റൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മണി പ്ലാന്റൊക്കെ ഇട്ട് നമുക്ക് വീട് ഇതുപോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ടിപ്പ് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക്